ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു വീടിന്റെ മധുരം ചാനൽ. ഞാൻ ഇന്നലെ 6ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് എഴുതുന്നത് ഒന്നും ക്ലിയർ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തത് പകുതി ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പേജ് നമ്പർ 24ലുള്ള 1ഉം 2ഉം പ്രവർത്തനം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ 3ഉം 4ഉം പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചോദ്യം ഞാനൊന്ന് വായിക്കാം. For each of the pair of fractions below, find 3 forms with the same denominator. അതായത് ചുവടെ പറയുന്ന സംഖ്യാ ജോഡികളുടെ ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കാനാണ് പറയുന്നത്. അപ്പൊ സംഖ്യാ ജോഡികൾ ഒന്നാമത്തത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് 1/2, 1/3. ഇതിന്റെ ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യത്തെ മെത്തേഡ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ 1/2ന്റെ വിവിധ രൂപങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. നമുക്കൊന്നും കൂടെ എഴുതാം. 2നെ 2 കൊണ്ട് ഗുണിച്ചാല് 4. അപ്പൊ 1നെയും 2 കൊണ്ട് ഗുണിക്കുക, 4ൽ 2. അടുത്തത് 2നെ 3 കൊണ്ട് ഗുണിക്കുക, 6. അപ്പൊ 1നെയും 3 കൊണ്ട് ഗുണിക്കുക. അടുത്ത 2നെ 4 കൊണ്ട് ഗുണിക്കുക, 8. 1നെയും 4 കൊണ്ട് ഗുണിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് 2നെ 5 കൊണ്ട് ഗുണിക്കുക, 10. 1നെയും 5 കൊണ്ട് ഗുണിക്കുക. അടുത്തത് 2നെ 6 കൊണ്ട് ഗുണിക്കുക, 12. 1നെയും 6 കൊണ്ട്. അടുത്തത് 2നെ 7 കൊണ്ട് 14. 1നെയും 7 കൊണ്ട് ഗുണിച്ചു. അടുത്തത് 2നെ 8 കൊണ്ട് ഗുണിക്കുക, അപ്പൊ 16 കിട്ടും. 1നെയും 8 കൊണ്ട്. 2നെ 9 കൊണ്ട് ഗുണിക്കുമ്പോ 18 കിട്ടും. 1നെയും 9 കൊണ്ട്. വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്, ഒരു ഭിന്നം പല രൂപം. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ 1/3ന്റെയും എഴുതണം. അത് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ 1/3ന്റെ നമുക്ക് എഴുതാം. 3നെ നമുക്ക് ആദ്യം 2 കൊണ്ട് ഗുണിക്കാം. 3 2 6, 1 2 2. ഇനി അടുത്തത് 3നെ 3 കൊണ്ട്. 3 3 9, 1 3 3. 3 4 12, 1 4 4. 3 5 15, 1 5 5. 3 6 18, 1 6. അപ്പൊ ഇവിടെ 18 വരെ നമ്മൾ ചേരെ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ 18ൽ നിർത്തുകയാണ് ചെയ്തത്. ഏതായാലും നമുക്ക് ഒരേ ഛേദമുള്ള 3 എണ്ണം കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ 1/2, 1/3, 2ന്റെയും കൂടി ആണല്ലോ. അപ്പൊ ഇവിടെ 6 വരുന്നുണ്ട്. അപ്പൊ ഇത് വരുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് കിട്ടുക? 3/6, 2/6. ഇത് ഒരു ജോഡിയായി അല്ലേ? ഇനി അടുത്തത് നോക്ക. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഇല്ല. 10 ഉണ്ട്, 10 ഇവിടെ ഇല്ല. 12, ഇവിടെ 12. അപ്പൊ നമുക്കറിയാം 6/12, 6/12, 4/12. ഇത് രണ്ടാമത്തത്. അടുത്തത് ഇവിടെ 14 ഇല്ല, 16 ഇല്ല. പിന്നെയുള്ളത് 18. അതിവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 9/18, 6/18. ഓക്കെ ആയല്ലോ. നിങ്ങൾക്ക് ഈ രൂപത്തിൽ എഴുതി കണ്ടുപിടിക്കാം. ഇനി അതല്ല, ഇത് വേറൊരു രൂപത്തിലൂടെ കണ്ടുപിടിക്കാം. അത് ഞാൻ അടുത്തത് കാണിച്ചത്. അടുത്തത് ജോഡി എന്ന് പറയുന്നത് 1/2ഉം 1/4ഉമാണ്. നമുക്കൊന്ന് നോക്കാം. 1/2ന്റെ തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്കിത് മറ്റൊരു രീതിയിൽ നമുക്കൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. 1/2, 1/4. ഇനി ഇവിടെ നോക്കാം. ഇതിൽ വലിയ ഛേദം ഡിനോമിനേറ്റർ 4ആണ്. അപ്പൊ 4ന്റെ നോക്കിയാൽ മതി. നോക്കാം, 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ കിട്ടുക? 8. അപ്പൊ 2നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടുമോ നോക്കൂ. കിട്ടും, ഉറപ്പല്ലേ? അല്ലേ? 2 4 8. അപ്പൊ നമുക്ക് 8 ഛേദം വരുന്ന ഒരു രൂപം എഴുതാം. 4 2 8, അതുകൊണ്ട് 1 2 2. 4 2 8, അതുകൊണ്ട് 1 2 2. അതേപോലെ 2നെ അപ്പൊ നമുക്ക് 4 കൊണ്ടേ ഗുണിക്കാൻ പറ്റുള്ളൂ. 2 4 8. അപ്പൊ 4 കൊണ്ട് ഗുണിച്ചുകൊണ്ട് 1നെയും 4 കൊണ്ട് ഗുണിക്കുക, 1 4 4. ഓക്കെ ആണല്ലോ. മുഴുവൻ എഴുതണ്ട. മുഴുവൻ എഴുതുമ്പോൾ കുറച്ച് കൂടുതൽ സമയവും വരും, നമുക്ക് കൂടുതൽ എഫേർട്ടും വരും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടുന്നുണ്ട്. അപ്പൊ 2നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടുമോ? കിട്ടും അല്ലേ? 2നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ജോഡി അത് എഴുതാം. 4 3 12, 1 3 3.
ഇനി ഇവിടെ എഴുതുമ്പോൾ 2 6 12 1 6 6. അപ്പൊ നമുക്ക് 2 എണ്ണം കിട്ടി അല്ലേ? ഇനി അടുത്തത് 4 4 16. ഇവിടെയും 16 കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. 4 4 16 1 4 4. ഇവിടെയോ 2 8 ആണ് 16. അതുകൊണ്ട് 1 8 8. ഇനി 2ന്റെ ഹാഫിന്റെ വരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിന്റെ നേർ പകുതിയായിരിക്കും അംശം ന്യൂമറേറ്റർ വരുന്നത്. 4ന്റെ അതല്ല. അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് മറ്റേ ജോഡി നോക്കല്ലേ. ഇവിടെ നോക്കൂ, 1/3 1/4. 1/4ന്റെ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് 1/3 കിട്ടുമോ നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. 1/3 1/4. 8 എന്തായാലും 3ന് കിട്ടില്ല. 12 3ൻ്റെത് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് 12 ആദ്യം എഴുതാം. 12ൽ 3 ആണ് 4ൻ്റെത് വരിക. 12ൽ 3. അപ്പൊ 3ന്റെ വരണം എന്നുണ്ടെങ്കിൽ 3 4 ആണ് 12. അതുകൊണ്ട് 1 4 4. ഒരു ജോഡി നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ 16 ആണ്. 16 വരില്ലേ? അപ്പൊ അത് വിട്ടു. ഇനി നോക്കേണ്ടത് 5 ആണ്. 4 5 20. 20ഉം 3ന്റെ വരില്ല. പിന്നെയോ 4 6 24. 24 3ന് വരും. 8 24 ആണ്. അതുകൊണ്ട് നമുക്കത് എഴുതാം. 4 6 24 1 6 6. ഇവിടെയോ 3 8 24. അപ്പൊ 1 8 8. 2 എണ്ണം കിട്ടി. ഇനി അടുത്തത് അപ്പൊ 6 കഴിഞ്ഞു. 4 7 28 ആണ്. 28 ഇതിൽ കിട്ടില്ല, അത് വിട്ടു. 4 8 32 ആണ്. അതും ഇവിടെ കിട്ടില്ല. 4 9 36 ആണ്. 36 12 3 36. അപ്പൊ നമുക്ക് അടുത്തത് കിട്ടി. 4 9 36. അപ്പൊ 1 9 9. ഇവിടെ 3 12 ആണ്. 36. അതുകൊണ്ട് 1 12 12. ഒരേ ഛേദം വരുന്ന 3 രൂപങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? എക്സാമിനൊക്കെ കൃത്യമായിട്ടുണ്ടാവും. തന്നെയുമല്ല, ഈ USS NMMS ന്യൂ മാത്സ് ഇതേപോലെയുള്ള എല്ലാ എക്സാമുകളും, ടാലന്റ് സെർച്ച് എക്സാം, ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. അപ്പൊ ഭിന്നസംഖ്യ എന്ന ഭാഗം നന്നായിട്ട് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് വീഡിയോ കണ്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം, ഡസ് 1/3 ഹാവ് അനദർ ഫോം വിത്ത് ഡിനോമിനേറ്റർ 10 100 or 1000? ഗിവ് റീസൺസ്. അതായത് 1/3ന് 10 100 1000 ഇങ്ങനെ ഏതെങ്കിലും ഛേദമായ രൂപം ഉണ്ടോ? കാരണം പറയുക. ആദ്യം നമ്മൾ കണ്ടെത്തണം ഉണ്ടോ ഇല്ലയോ. എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. നമുക്കറിയാം 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9 ആണ്. അപ്പൊ നമുക്ക് 1/3ന് 3 3 9. അപ്പോ 1 3 3. ഇവിടെ നോക്കൂ, 10ന്റെ തൊട്ടടുത്ത് വന്നു. പക്ഷെ 10 കിട്ടിയോ? ഇല്ല. അപ്പൊ 9 കഴിഞ്ഞാൽ പിന്നെ 3ന്റെ ഗുണിതം ഏതാണ് വരിക? 12 ആണ് വരിക. അതുകൊണ്ട് കിട്ടൂല. 10 ഛേദം കിട്ടിയില്ല. ഇനി അടുത്തത് 100 നോക്കാം. 1/3 എന്ന് പറയുന്നത് 3 33 99 ആണ്. അപ്പൊ 1 33 33. ഇവിടെയും 100ന്റെ തൊട്ട് താഴെയാണ് 99. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്ത് കിട്ടില്ല? 100 കിട്ടില്ല. 99 കഴിഞ്ഞാൽ അടുത്ത 3ന്റെ ഗുണിതം അടുത്ത 3ാമത്തെ സംഖ്യ അല്ലേ? 99 കഴിഞ്ഞാൽ 100 101 102 ആണ് വരിക. അപ്പൊ അതും പോയി. ഇനി 1000 കിട്ടുമോ നോക്കാം. നമുക്കറിയാം 1000 കിട്ടില്ല. അതെന്താണ്? 1/3 എന്ന് പറയുന്നത് 3നെ ഇവിടെ 33 കൊണ്ട് ഗുണിച്ചപ്പോൾ 99 ആയി. അങ്ങനെയാണെങ്കിൽ 333 കൊണ്ട് ഗുണിക്കുമ്പോൾ 999 കിട്ടുന്നു. കാരണം 1 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9, 2 3 ഗുണിക്കുമ്പോൾ 900, ഒരു 9 കൂടെ വരും. 3 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 333, അതും 1000ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ. അതുകൊണ്ട് കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് റീസൺ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. അങ്ങനെ ആ റീസൺ നമ്മൾ അറിഞ്ഞിരിക്കണം. ചെയ്ത് നോക്കിയെങ്കിലേ കിട്ടുള്ളൂ.
അപ്പൊ നിങ്ങൾ വീണ്ടും ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുക. നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാം. അപ്പൊ 24 25 പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് അടിക്കാനൊന്നും മറക്കണ്ട. ലവ് യു ഓൾ. ബൈ.